പറയുന്നത് അങ്ങനെയല്ലേ? സ്തോത്രം. സഭയ്ക്ക് കൊടുക്കുന്ന ദൂത് അവസ്ഥാനം പറയണേ, നോക്ക യേശുവിൻ്റെ സ്നേഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിടിക്കപ്പെട്ടു പോയ പെട്ടകത്തെ മടക്കി കൊണ്ടുവരത്തക്കവണ്ണം അവരെ ബാധിച്ചിട്ട് തിരിച്ചു വീണ്ടും ഇസ്രായേലിൻ്റെ നടുവിൽ പെട്ടകം വരത്തക്കവണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹമതാ. ഞാനും നിങ്ങളും യേശുവിനെ വിട്ടുപോയാലും നമ്മുടെ പിന്നാലെ വന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ശബ്ദമായ യേശുവിൻ്റെ ശബ്ദം. എന്തിനാണ്? വീണ്ടും അവൻ്റെ മഹത്വം നമ്മെ ധരിപ്പിക്കാൻ, വീണ്ടും അവൻ്റെ കരുതലുകൾ നമുക്ക് തരാൻ, വീണ്ടും അവൻ്റെ സ്നേഹം നമുക്ക് പകർന്നു തരാൻ. ആ സ്നേഹത്തിന് തുല്യമായൊരു സ്നേഹമില്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടൊരു കാര്യമെടുത്തോണം, ഈ ദൈവത്തെ ഞാൻ വിട്ടു പിരിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പെട്ടകം കാണിക്കുന്ന ഒരു സ്വഭാവം, തൻ്റെ ജനത്തോടു കൂടെ ഈ പെട്ടകത്തിന് ഇരിക്കണം. യേശുവും ആഗ്രഹിക്കുന്നതാണ് തൻ്റെ ജനത്തോടു കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പെട്ടകം തിരികെ വന്നു. എവിടെ വന്നു? ഓബേദെദോമിൻ്റെ ഭവനത്തിൽ വന്നു. 2 ശമൂവേൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഓബേദെദോമിൻ്റെ ഭവനത്തിൽ വന്നു. 3 മാസം ആ പെട്ടകം അവിടെ ഇരുന്നു. 11-ാമത്തെ വാക്യം, ഒറ്റ വാക്യം ആ വീടിൻ്റെ അകത്തേക്ക് അങ്ങ് തുറന്നിട്ട് കൊടുത്തു. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദെദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദെദോമിനെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. മനസ്സിലായോ? ആ പെട്ടകം തിരിച്ചു വന്നു. സ്തോത്രം. ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. യേശു പെട്ടകം നിഴല. യേശു എൻ്റെ നിങ്ങളുടെ ഭവനത്തിൽ വരുന്നത് ശപിക്കാനല്ല, അനുഗ്രഹിക്കാനാണ് വരുന്നത്. നമ്മുടെ ശാപം മാറ്റാനാണ് വരുന്നത്. ഹല്ലേലൂയ. യേശു ഭവനത്തിലുണ്ടോ? യേശു ഭവനത്തിലുണ്ടോ? അവൻ വരുന്നത് അനുഗ്രഹിക്കാനാണ്. നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. എന്നെ നിങ്ങളെ ഒന്നാമത് അനുഗ്രഹിച്ചിട്ട് നാം മുഖാന്തരം അനേകർ അനുഗ്രഹം പ്രാപിക്കണം. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷപ്പെട്ട് മരണവിധികളെ മാറ്റി എഴുതി നിത്യ ജീവൻ അവകാശമാക്കി ഇരിക്കുന്ന ജനമാ ഞാനും നിങ്ങളുമെല്ലാം, അല്ലേ? സ്വാർത്ഥരാകരുത്. ഇത് നമുക്ക് മാത്രമുള്ള അനുഗ്രഹമല്ല, സകല മാനവജാതിക്കുമുള്ള അനുഗ്രഹമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ അനേകർ നമ്മൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരണം. സ്തോത്രം.